ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ മാസത്തിലൊരിക്കൽ ഞാൻ എൻ്റെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള യൂസ്ഫുൾ പ്രൊഡക്ട്സ് വാങ്ങിക്കാറുണ്ട്. ഓൺലൈനായിട്ടാണ് കേട്ടോ ഷോപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിലെ കുറച്ച് ഐറ്റംസ്, അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ആണ് ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഡോണട്ട് മേക്കർ ആണ് കേട്ടോ. ഈ ഡോണട്ട് മേക്കർ ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് പേര് ഇതിന് പൊട്ട റിവ്യൂസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മീഷോൻ്റെ നമ്മൾ വാങ്ങിച്ചതിൻ്റെ താഴെ നമുക്ക് കമൻസ് ആയിട്ട് കൊടുക്കാമല്ലോ നമ്മുടെ റിവ്യൂസ്. അതിൽ തന്നെ ഒരുപാട് പേര് ഇത് കൊള്ളില്ല, ഇത് അത്രയും നല്ലതല്ല എന്നുള്ള രീതിയിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ ഇത്തിരിയെങ്കിലും നല്ല ഒരു റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് എങ്ങനെ ഇതുകൊണ്ട് ഡോണട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ എങ്ങനെ ഇതുകൊണ്ട് ഉഴുന്നുവട ഉണ്ടാക്കുക എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ എനിക്ക് ആകെ ഇതിലൊരു മോശം പറയാനോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ അകത്തെ ബാറ്ററി നമുക്ക് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് നല്ല പാടാണ്. ഒരു ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് കഴുകുകയാണെങ്കിൽ ഇത്തിരിയും കൂടി ഈസി ആയിരിക്കും കേട്ടോ. ആ ഒരു കാര്യം മാത്രമേ ഇതിലുള്ളൂ. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വുഡൻ ഇൻസെൻസ് ഹോൾഡർ ആണ്. ഇത് ഞാൻ ചന്ദനത്തിരി അങ്ങനെയുള്ളതൊക്കെ കൊളുത്തി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ വൈകുന്നേരത്തൊക്കെ നമ്മൾ ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ താഴത്തൊക്കെ ഇങ്ങനെ വീണ് അതിൻ്റെയൊക്കെ പൊടിയായി പോയില്ലേ, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് അത്രമാത്രം അങ്ങോട്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഒന്നും ആയി തോന്നിയില്ല. പക്ഷെ ഞാനിത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ടേബിളിലെ മുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഞാനിതിൽ ചെറിയ ചന്ദനത്തിരി അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ക്വാളിറ്റി പറയാനായിട്ട് നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇതിന് പൊട്ടിയിട്ട് അല്ലെങ്കിൽ പെയിന്റ് ഇളകിയിരിക്കുക അങ്ങനത്തെ രീതിയിലുള്ളതൊന്നുമല്ല. ഇപ്പം ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മന്ത് എബോ ആയിട്ടുണ്ട്. പക്ഷെ ഇതിന് ഇത്ര ഏറ്റവും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ചന്ദനത്തിരിന്റെ ചൂടും ഒന്നും അങ്ങനെയൊന്നും ഏൽക്കുന്നില്ല. ഇനി ഇതിന്റെ നടുവിലായിട്ട് ഇതുപോലൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ചന്ദനത്തിരി കത്തിച്ച് വെക്കാനുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ഹോൾസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചന്ദനത്തിരിനെ ഇങ്ങനെ ഇറക്കി ഇറക്കി വെച്ചു കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഗ്രിൽ പാൻ ആണ്. ഇത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്. പക്ഷേ ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യണമൊക്കെ ഉണ്ട്. എഗ്ഗൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക, അതുപോലെ ബനാന അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി പറയുന്നുണ്ടെങ്കിൽ തീരെ വെയ്റ്റ്ലെസ് ആണ്. അതുപോലെ നമുക്ക് കുറേ കാലമൊന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ഇത് ഈ ഒരു പ്രൈസ് റേറ്റിന് ഓക്കെയാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് സ്ക്രൂസ് മിസ്സായി പോവാതിരിക്കാനായിരിക്കാം ഇതിൽ തന്നെ അവർ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്പാച്ചുലയും അതിന് കഴുകാനായിട്ടൊരു സ്ക്രബ്, പ്ലാസ്റ്റിക്കിന്റെ തന്നെയാണ്, ഒരു സ്ക്രബും കൂടി അവർ അതിന്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിനെ സ്ക്രൂ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഈ സ്ക്രൂസ് വെച്ചിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് കറക്റ്റായി. ഇനി ഇതിന്റെ ക്വാളിറ്റിയിലോട്ട് വരാം. ഇത് തീരെ വെയ്റ്റ്ലെസ് ആണ്, അതുപോലെ തന്നെ തിന്നുമാണ്. അപ്പോൾ ഇത് എത്ര കാലം നിൽക്കുന്നെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് കണ്ടില്ലേ, ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് ഓരോരോ മാർക്കൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് അത്രമാത്രം സോഫ്റ്റ് അല്ല, കുറച്ചൊരു റഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇതിൽ നമുക്ക് എഗ്ഗും ബ്രെഡൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരിക്കൽ ഇതിൽ കേക്ക് ബേക്ക് ചെയ്തിരുന്നു. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ നിലവിൽ 1 മന്തായി യൂസ് ചെയ്യണു. അപ്പോൾ ഇതുവരെയും അതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ മാർക്കുകളൊക്കെ ഇതിൽ കാണുന്നുണ്ട്, സ്ക്രാച്ചസ് അല്ല. ഒരിക്കൽ ബനാന ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം അതിന്റെ ആ ഒരു സ്വീറ്റ്നെസ് അല്ലെങ്കിൽ ഷുഗറിന്റെ കണ്ടന്റ് ഇതിന്റെ മേലെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് കേട്ടോ എനിക്കൊരു ചെറിയൊരു ഡിമാർക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സ്പാച്ചുല, ബ്രഷ്, വിസ്ക് അങ്ങനെ 3 വരുന്ന ഒരു സെറ്റ് ആയിരുന്നു. ഇതിന്റെ താഴെ വന്നിട്ടുണ്ടായിരുന്ന റിവ്യൂസ് അല്ലെങ്കിൽ കമന്റ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സാധനം വാങ്ങിക്കില്ല. ഞാൻ ഈ ഒരു പാക്കേജ് അൺബോക്സ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇവരിതിനെ പാക്ക് ചെയ്തിട്ടുണ്ടാവുന്നുണ്ട്. കാരണം ഒരുപാട് ബബിൾ റാപ്സ് ഇതിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണിച്ചിട്ടുള്ള 3 പ്രൊഡക്ട്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള ഈ ഒരു സ്പാച്ചുല എൻ്റെ അടുത്ത് ഇത്തിരി വലിയൊരു സ്പാച്ചുലയാണ് ഉള്ളത്. എസ്പെഷ്യലി ഈ ഒരു സ്പാച്ചുല ഞാൻ വാങ്ങിക്കാൻ കാരണം തന്നെ എൻ്റെ ഈ ഒരു ഡോണറ്റ് മേക്കറിന്റെ അകത്തെ ബാറ്റർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സ്പാച്ചുല വെച്ചിട്ട് ആക്കി കൊടുക്കാൻ കഴിയണില്ല. അപ്പോൾ ഒരു കുഞ്ഞ് സ്പാച്ചുല വേണം എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് മെയിൻലി ഞാൻ വാങ്ങിക്കാൻ കാരണം.
പിന്നെ ഈ ഒരു വിസ്ക് ആണെങ്കിലും എൻ്റെ അടുത്ത് ഇത്തിരി വലിയ വിസ്ക് ആണുള്ളത്. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞു വിസ്കും ആവശ്യമുണ്ട്. പിന്നെ ഈ സ്പാച്ചുലേൻ്റെ ഒക്കെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്രഷ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ പറയാനുള്ളത് ഈ ഒരു വിസ്കിന്റെ താഴെ ഈ തന്നിട്ടുള്ളത് റബ്ബർ ആണോ അതോ സിലിക്കോൺ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്പാച്ചിലേന്റെ അതേ ഒരു യൂസ് തന്നെയാണ് ഈ ഒരു വിസ്കിനും തന്നിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ബാറ്റർ ഒക്കെ പാത്രത്തിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ സ്പാച്ചുലേന്റെ പകരം നമുക്ക് ഈ ഒരു വിസ്ക് തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓവറോൾ ഈ ഒരു പ്രൊഡക്ട്സ് എനിക്ക് ശരിക്കും നല്ലൊരു യൂസ്ഫുൾ ആയി തോന്നി. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസിന് ഇത് ശരിക്കും വേർത്തിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രൈസിന് ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഓഫർ ടൈമിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഈ ഷോപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് മോൾഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് 2 ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഫ്ലിപ്കാർട്ടിന്റെ മെയിൻ എനിക്കിപ്പോ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ വിലേന്റെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണമായിട്ട് വാങ്ങിക്കാൻ കഴിയില്ല, 2 വാങ്ങിക്കാൻ കഴിയുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫ്ലിപ്കാർട്ടിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധികവും ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാത്തത്. ഇപ്പോൾ ഇത്തിരി ചെറിയ പ്രൈസിന് നമ്മൾ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ മീഷോന്ന് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. എന്താന്ന് വെച്ചാൽ അവിടെ ഒരു സാധനം വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഇത്തിരി പ്രൈസ് കുറവായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇത് 2 വാങ്ങിച്ചാലും എനിക്ക് ഓക്കെ ആണ്. കാരണം എനിക്കിത് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടൊക്കെ നല്ലതാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിച്ചത്. പിന്നെ മീഷോയിൽ ഇതിന് പ്രൈസ് ഫ്ലിപ്കാർട്ടിനേക്കാളും അധികമാണ്. ഇത് ഞാൻ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല ഐസ്ക്രീം ഇങ്ങനെ ആക്കിയിട്ട് അതിന്റെ അകത്താക്കി വെക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മക്കൾ ഇവിടെ ഐസ് ക്യൂബ് ഒക്കെ ആക്കി വെക്കലുണ്ട് ഫ്രിഡ്ജിന്റെ അകത്ത്. ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഫ്രിഡ്ജിന്റെ അകത്തൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഷീറ്റ്സ്, അതുപോലെ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ്, പിന്നെ ഓവന്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ്, അങ്ങനെയുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതിന് 174 രൂപയാണ് ഉള്ളത്. പക്ഷെ ഇതിനേക്കാളും ചെറിയ പ്രൈസിന് ഒരുപാട് കണ്ടിരുന്നു ഞാൻ. പക്ഷെ ഈ ഒരു കളറും ക്വാളിറ്റിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അടിപൊളി ക്വാളിറ്റിയാണ്. ഇത് ഞാൻ 2 പേര് ഇത് വാങ്ങിച്ച് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിന്റെ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഓവന്റെ മുകളിൽ വെക്കാൻ പറ്റും. അടുത്തതായിട്ടുള്ളത് ഫ്രിഡ്ജിന്റെ മുകളിലായിട്ടും വെക്കാൻ പറ്റും. അപ്പൊ എന്റെ ഫ്രിഡ്ജ് കുറച്ച് ഹെവി ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിന്റെ മുകളിൽ വെച്ച് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നത്. പിന്നെ ഫ്രിഡ്ജിന്റെ മുകളിലും ഓവന്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഈ ഒരു ഷീറ്റ്സ് ഞാൻ കാണിച്ചു തന്നില്ലേ, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് പോക്കറ്റ്സ്. അതിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും അങ്ങനെയൊക്കെ കഴിയും കേട്ടോ. നമ്മൾ കിച്ചണിലായിരിക്കുമ്പോൾ ഫോണോ അല്ലെങ്കിൽ സ്പാച്ചുലാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൂടി നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഒരു 4 ഷീറ്റ്സ്, ഈ 4 ഷീറ്റ്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്രിഡ്ജിന്റെ അകത്ത് ഇങ്ങനെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്